പിണറായിയുടെ മീൻ കഴിക്കലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന CPI നേതാവ് സി ദിവാകരൻ നടത്തിയിരുന്നു. സി ദിവാകരൻ പറഞ്ഞത് പിണറായി അങ്ങനെ എല്ലാ തരത്തിലുള്ള മീനൊന്നും കഴിക്കുന്ന ആളല്ല, ചില പ്രത്യേക മീനുകൾ മാത്രമേ കഴിക്കൂ എന്നായിരുന്നു. ഈ ആരോപണത്തിന് മറുപടി ആനന്ദന്റെ മകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. പിണറായി അത്ര മോശപ്പെട്ട അതിഥിയല്ല, നന്നായി ഒരിടത്ത് ചെന്നാൽ പെരുമാറുന്ന അതിഥിയാണ് എന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലുള്ളവരോട് സന്തോഷമായി നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് പിണറായി എന്നും അദ്ദേഹം തൻ്റെ ഈ കുറിപ്പിൽ പറയുന്നു. തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ പ്രമുഖരായ ചില സഖാക്കളുടെ ഭക്ഷണ രീതികളും ഒക്കെ പറയുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഈ സഖാക്കന്മാരുടെ രീതികളൊക്കെ ഇങ്ങനെ പോസ്റ്റിലൂടെ വായിച്ചു പോകുമ്പോൾ നല്ല രസമുണ്ട് വായിക്കുമ്പോൾ. എന്തായാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. പിണറായി സഖാവ് ഒരിക്കൽ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുഖമുയർത്തി നോക്കി നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാളെ ചൂണ്ടി ഇതാണോ ആനന്ദന്റെ ഭാര്യ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന അമ്മയെ ചൂണ്ടി അച്ഛൻ പരിചയപ്പെടുത്തി. ഭക്ഷണമൊക്കെ കഴിച്ച സന്തോഷത്തോടെ അമ്മയോടും യാത്ര പറഞ്ഞാണ് അന്ന് പോയത് എന്ന് മകൻ ജീവ ആനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ സി ദിവാകരൻ പിണറായി വിജയൻ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് സംബന്ധിച്ച് വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ആനത്തലവട്ടം ആനന്ദൻ VS പക്ഷക്കാരനായതിനാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിണറായിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും നൽകിയ ചൂരമീൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു ദിവാകരൻ പറഞ്ഞത്. പിണറായി വിജയന്റെ മത്സ്യഭക്ഷണത്തോടുള്ള പ്രിയത്തെപ്പറ്റി ദിവാകരൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. 1-ാം ക്ലാസ് മീനുകൾ മാത്രമേ പിണറായി കഴിക്കൂ എന്നും മീൻ ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് എന്നുമായിരുന്നു ദിവാകരൻ പറഞ്ഞത്. ഇതിനുള്ള മറുപടിയാണ് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം. പാർട്ടിയുടെ തലമുതിർന്ന സഖാക്കൾ EMSഉം BTRഉം തുടങ്ങി സാധാരണ സഖാക്കളും നാട്ടുകാരുമൊക്കെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വിശപ്പിന്റെ വില നന്നായി അറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഭക്ഷണം കഴിക്കും. പരാതി പറഞ്ഞതായി ഇന്നുവരെ കേട്ടിട്ടില്ല. അമ്മയ്ക്ക് ഭക്ഷണവും മരുന്നാണ്. ഇത് വീട്ടിൽ വരുന്ന പല സഖാക്കൾക്കും അറിയാം. പലപ്പോഴും ഗുണമുള്ള മലക്കറി സൂപ്പും പല ധാന്യക്കുറുക്കും എല്ലാം രുചിയില്ലെങ്കിലും ഗുണത്തെ ഓർത്ത് പലരും കുടിച്ചിട്ടുണ്ട്. സഖാവ് EMS കഴിക്കുന്ന ഭക്ഷണ രീതി കണ്ടും കേട്ടുമാണ് വളർന്നിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ പാത്രത്തിൽ കളയാൻ ഒന്നും കാണില്ല. എല്ലാം കഴിച്ച പാത്രത്തിൽ എന്തെങ്കിലും പറ്റിയിരുന്നാൽ അതും എടുത്ത് കഴിച്ച് ക്ലീൻ ആക്കി വെക്കും. ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു ചോറ് താഴെ പോയാൽ അതെടുത്ത് കഴിച്ചേ മതിയാകൂ. കളയാൻ അമ്മ സമ്മതിക്കില്ല. ചോറ് താഴെ പോയാൽ അപ്പോൾ സഖാവ് EMS ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞു തരും. തിരഞ്ഞെടുപ്പ് കാലങ്ങളിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴും നേതാക്കൾ ചെറിയൻ കീഴ് വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കാറുണ്ടായിരുന്നു. നേതാക്കൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് AKG സെന്ററിൽ നിന്നും വിളിച്ചറിയിക്കും. സഖാവ് EMSന് കറികളിൽ ഉപ്പും എരിവും പുളിയും ഒന്നും പാടില്ല. തേങ്ങാപ്പാലിൽ മീൻ വേവിച്ച് അതിലൊരു തക്കാളി അരിഞ്ഞിടും. അങ്ങനെയാണ് സഖാവ് EMS കഴിക്കുന്നത്. BTRനും എരിവും ഉപ്പും പാടില്ല. BTRന് തയ്യാറാക്കിയ ഭക്ഷണം പാത്രത്തിലാക്കി പ്രത്യേകം പേരെഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു എന്ന് അമ്മ ഓർക്കുന്നു. സഖാവ് ഗൗരിയമ്മയ്ക്ക് പൊടിയരിക്കഞ്ഞിയും കായ് കൊണ്ടുള്ള അവിയലും അതിൽ കടുക് വറുക്കാൻ പാടില്ല. കുഞ്ഞന്മാർക്ക് കൊടുത്തോടാ എന്ന് ചോദിച്ചിട്ടേ സഖാവ് ഗൗരിയമ്മ കഴിക്കൂ. സുശീല സഖാവിന് എന്ത് കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ടെൻഷനുമില്ല. അമ്മയ്ക്ക് എപ്പോഴും വിഷമമുള്ളത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണുനേരം കഴിഞ്ഞ ശേഷം അച്ഛൻ പിരപ്പൻകോട് മുരളി സഖാവിനെയും കൊണ്ടുവന്നപ്പോൾ ചോറും കുറച്ച് നെത്തോലിക്കറിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊടുത്ത് ഭക്ഷണം കഴിച്ച് സഖാവ് സന്തോഷത്തോടെ പോയി. നായനാർ സഖാവ് പല പ്രാവശ്യം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സഖാവ് VS ഒരിക്കൽ എത്തും എന്ന് പറഞ്ഞ ദിവസം വന്നില്ല. പക്ഷെ പിന്നൊരിക്കൽ വന്നപ്പോൾ കൂവരക് കാച്ചിയത് കുടിച്ചു, ഒരു പഴവും കഴിച്ചു. മറ്റു ഭക്ഷണമൊന്നും കഴിച്ചില്ല. കാട്ടായിക്കോണം സഖാവ് എല്ലാ അശ്വതി ഭരണി ഉത്സവത്തിനും അശ്വതി ദിവസം ആശാരി സഖാവുമായി എത്തുമായിരുന്നു. ആൽത്തറമൂട് കരയിൽ തിരുവിഴ ജയശങ്കറിന്റെ നാഗസ്വരവും വളയപ്പെട്ടി സുബ്രഹ്മണ്യത്തിന്റെ തകലും കേൾക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും. പിണറായി സഖാവ് ഒരിക്കൽ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുഖമുയർത്തി നോക്കി നിൽക്കുന്ന സ്ത്രീകൾ ഒരാളെ ചൂണ്ടി ഇതാണോ ആനന്ദന്റെ ഭാര്യ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് അമ്മയെ ചൂണ്ടി അച്ഛൻ പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ അമ്മയോടും യാത്ര പറഞ്ഞാണെന്ന് പോയത്. കരിമീനും പരിച്ചിലുമായിരിക്കും മിക്കവാറും നേതാക്കൾ വരുമ്പോൾ ഉള്ള സ്പെഷ്യൽ. നാട്ടിലെ സഖാക്കളാണ് മീൻ എത്തിക്കുന്നത്. നക്സൽ മാമൻ, തുളസി മാമൻ എന്നിവരൊക്കെ. ഭക്ഷണം പാകം ചെയ്യാൻ അമ്മയെ സഹായിക്കാനായി ഭാരതിയമ്മ വരും. ഭാരതിയമ്മ സൂപ്പറായി മീൻ കറി വെക്കും. അമ്മ ചപ്പാത്തി ഉണ്ടാക്കും. അതിന് മാവ് കുഴിക്കാനും മറ്റും ഞങ്ങളും സഹായിക്കും. ഒരിക്കൽ കൊഞ്ച് നുള്ളിയെടുത്തത് ഞാനായിരുന്നു. ഭക്ഷണം വിളമ്പാൻ സഹായിക്കുന്നത് കനകൻ മാമൻ, സഖാവ് കനകദാസാണ്. മാമനാകുമ്പോൾ എല്ലാവർക്കും വിളമ്പി എത്തിക്കും. മേൽപ്പറഞ്ഞവർ മാത്രമല്ല, മുതിർന്ന സഖാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. 2016, 2017 ഓണത്തിനുള്ള വള്ളംകളിക്ക് പക്ഷേ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമല്ലായിരുന്നു, പുറത്തുനിന്നും വരുത്തി നൽകുകയായിരുന്നു. അച്ഛൻ MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അവധി ദിവസങ്ങളിൽ അച്ഛനെ കാണാൻ വരുന്നവരൊക്കെ പോയി അച്ഛനും ഇറങ്ങിയ ശേഷമായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. കാരണം വരുന്നവരിൽ ചിലരോടെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ
ലൈലെ കാപ്പി കൊടുക്കൂ എന്ന് വിളിച്ചു പറയും. ഉണ്ടാക്കിയ ഭക്ഷണം തീർന്നു പോയാൽ അമ്മയ്ക്ക് അങ്കലാപ്പാകും. ഇത് മനസ്സിലാക്കി ഞാൻ അത്തരം ദിവസങ്ങളിൽ ആളൊഴിഞ്ഞ ശേഷം ഉച്ചയോടെ ആയിരിക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും പല സഖാക്കന്മാരുടെ ഭക്ഷണ രീതികൾ തുറന്നെഴുതിയിരിക്കുന്ന ഈ കുറിപ്പ് വളരെ മനോഹരമായ ഒരു കുറിപ്പാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.